അപ്പോൾ നമ്മളെ ഡിഷ് ഉണ്ടാക്കാൻ വേണ്ട മസാല നമ്മൾ റെഡിയാക്കുകയാണ്. അപ്പോൾ നമ്മളെ ബോൾ ഇവിടെ റെഡിയാണ്. അപ്പോൾ ബോളിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് കട്ട തൈര് നമുക്ക് ആഡ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ തന്നെ പെപ്പർ പൗഡർ, ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂണോളം ഗരം മസാല, പിന്നെ കുറച്ച് ഗാർലിക് പേസ്റ്റ്, കുറച്ച് ജിഞ്ചർ പേസ്റ്റ്, ചെറിയൊരു ബാറ് മാഗി ക്യൂബ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതും കൂടെ അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണോളം നമ്മൾ ഒറിഗാനോ ലീവ്സിൻ്റെ മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു നമ്മളെ മസാല ഒന്ന് മിക്സ് ചെയ്യുക. നമ്മൾ 1 കിലോ ചിക്കന് വേണ്ടിയിട്ടുള്ള മസാലയാണ് ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മസാല, നമ്മൾ റെഡിയാക്കി വെച്ച മസാല നമ്മൾ ഈ ഒരു ചിക്കൻ്റെ പീസിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ നമ്മളെ മസാലയൊക്കെ ചിക്കനിൽ തേച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 2 ടീസ്പൂൺ നമ്മൾ സൺഫ്ലവർ ഓയിലും അതേപോലെ തന്നെ 1 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ മസാലയൊക്കെ നമ്മളെ ചിക്കൻ പീസിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാം. മിനിമം എന്തായാലും 1/2 മണിക്കൂർ വെക്കണം. കൂടുതലായ കുഴപ്പമില്ല. കൂടുതലാവും തോറും നമ്മുടെ ചിക്കനിലേക്ക് ഈ മസാലേൻ്റെ എല്ലാ ഫ്ലേവറും പിടിക്കും. അപ്പം മിനിമം എന്തായാലും ഒരു 1/2 മണിക്കൂർ എന്തായാലും വെക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിഷ് റെഡിയാക്കാൻ പോവാണ്. അപ്പോൾ പാനിവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളെ 3/4 മണിക്കൂർ, ഏകദേശം 3/4 മണിക്കൂറാണ് ഫ്രിഡ്ജിൽ വെച്ച നമ്മളെ ചിക്കൻ, മസാല തേച്ച് വെച്ച ചിക്കൻ നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ എക്സ്ട്രാ നമ്മൾ കുറച്ച് ടൊമാറ്റോ സോസ് ആഡ് ചെയ്തിട്ടുണ്ടോ, നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്ത് ഇപ്പോൾ നമ്മൾ 3/4 മണിക്കൂറിന് ശേഷം നമ്മൾ പുറത്തെടുത്ത് വെച്ചാണ്. അപ്പോൾ പാൻ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡിഷ് തയ്യാറാക്കാം. അങ്ങനെ ചൂടായ പാനിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ടൊന്ന് ചൂടാക്കിയിട്ട് നമ്മൾ ഇതിലിട്ടിട്ടാണ് നമ്മളെ ചിക്കൻ നമ്മൾ വേവിച്ചെടുക്കുന്നത്. ഇതിലിട്ടിട്ട് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല സെറ്റായിട്ടുണ്ട്, മസാലയൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇതിൻ്റെ മേലെ വൈറ്റ് സോസ് വെച്ചിട്ട് നമ്മൾ ഫില്ല് ചെയ്യണം. വൈറ്റ് സോസ് വെച്ചിട്ട് നമുക്ക് മൊത്തമായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ മേലെ നമുക്ക് ഫില്ല് ചെയ്യാം. വൈറ്റ് സോസ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ അറിയില്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ തൊട്ട് മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതാണ് കേട്ടോ, അതൊന്ന് കയറി നോക്കുക. അങ്ങനെ നമ്മൾ ചിക്കൻ്റെ മേലെ കംപ്ലീറ്റ് വൈറ്റ് സോസ് നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മോസറല്ല ചീസും അതോടൊപ്പം കുറച്ച് മല്ലിയിലയും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. മല്ലിയില ഓപ്ഷനിലാണ്, വേണമെങ്കിൽ നമുക്ക് ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ ആഡ് ചെയ്യണ്ട, ഇല്ലെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ ഇത് സെർവ് ചെയ്യുന്നതിൻ്റെ ഒരു 10-20 മിനിറ്റ് മുന്നേ നമുക്ക് മോസറല്ല ഇട്ടിട്ടൊന്ന് വേവിച്ചാൽ മതി കേട്ടോ, ഇല്ലെങ്കിൽ അത് കട്ടിയായിപ്പോൾ. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ചീസ് ഒന്ന് മെൽറ്റ് ആവുന്ന വരെ നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ ടർക്കിഷ് ചിക്കൻ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം.